നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വിജയം എപ്പോഴും നമുക്കൊരു ലഹരിയാണ്. കാരണം കഷ്ടപ്പെടുക, വിജയിക്കുക, ആ വിജയത്തിന്റെ ലക്ഷ്യം എത്തിച്ച് കഴിയുമ്പോൾ വിജയം നമ്മൾ കിട്ടുന്ന ചിലപ്പം പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വിജയം കിട്ടിക്കഴിയുമ്പോൾ അസാധാരണമായ സന്തോഷമാണ്. പക്ഷേ കേരളത്തിലെ ഇന്നത്തെ +2 റിസൾട്ടിൽ ഒരു വലിയ നെഗറ്റീവ് കൂടും. നെഗറ്റീവ് മാത്രമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 80,000 ഏകദേശം 80,000 കുട്ടികളോളം പരാജയപ്പെട്ടിട്ടുണ്ട്. 1-2 കുട്ടികളല്ല, 80,000 കുട്ടികളോളം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, വിജയിച്ച കുട്ടികൾ, പരാജയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ തോറ്റെന്ന് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, പരാജയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇത് അവർക്ക് ഉപകരിക്കുന്ന വീഡിയോ ആണ്, അവർക്ക് 100% ഉപകരിക്കുന്ന വീഡിയോ ആണ്. അത് സയൻസുകാരായാലും ഹ്യൂമാനിറ്റീസുകാരായാലും കൊമേഴ്സുകാരായാലും. അന്നേരം ഇപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്ന മാതാപിതാക്കളോടാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ, തോറ്റു കഴിയുമ്പം ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഹരാസ് ചെയ്യാതിരിക്കുക. നമുക്കൊരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ് ഈ ചാനലിൽ തന്നെ കിട്ടും. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാം. ആ പരീക്ഷയിൽ 100% ജയിക്കാം. കഴിഞ്ഞ വട്ടമൊക്കെ ഞാൻ റെഗുലർ ബാച്ച്, എനിക്ക് ഒരുപാട് ബാച്ചുകളുണ്ട്. കഴിഞ്ഞ 2 കൊല്ലവും നമ്മൾ സേ ബാച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം 100-ൽ 93-94 വിജയശതമാനം എല്ലാ വർഷവും ഉണ്ട്. 100% ഞാൻ അവകാശപ്പെടുന്നില്ല, അത് പറയുന്നത് കള്ളമായിരിക്കാം. 100-ൽ 94 പേര് ജയിക്കും. ഏകദേശം പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ജയിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്ഷകർത്താക്കൾ ഇവരെ ഒരു രീതിയിൽ ഹരാസ് ചെയ്യരുത്. അവർ ജയിച്ചിരിക്കും. 3 ആഴ്ചയ്ക്കുള്ളിൽ അവർ പരീക്ഷയ്ക്ക് ജയിച്ചിരിക്കും. നിങ്ങളും കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. ഒരു രീതിയിലുള്ള ഉഴപ്പോ ഇനി ഞങ്ങൾക്ക് +2 വേണ്ട, മണ്ടത്തരം തീരുമാനങ്ങളാണ്. കാരണം +2 മിനിമം യോഗ്യതയായിട്ട് ഇനി ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷം കഷ്ടപ്പെട്ടതങ്ങ് പോവും. നിങ്ങൾ ഒരു വിഷയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 2 വിഷയങ്ങളുണ്ടെങ്കിലോ 6 വിഷയം പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് സയൻസിലായാലും ഹ്യൂമാനിറ്റീസിലായാലും കൊമേഴ്സിലായാലും മാഷ് അത് നിങ്ങളുടെ കൂടെ നിന്ന് ജയിപ്പിച്ചെടുത്ത് തന്നിരിക്കും. അതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ പല കുട്ടികളുടെയും സംശയമാണ് എത്ര വിഷയങ്ങൾ സേ എഴുതാം. സേ തോക്കുന്ന എല്ലാ വിഷയങ്ങളും എഴുതാം. മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടവർക്ക് ഒരു വിഷയം മാത്രമേ എഴുതൂ. പക്ഷേ തോക്കുന്ന എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുക, സേ എഴുതാം. 6 വിഷയം വേണമെങ്കിൽ സേ എഴുതാം. ആ സംശയങ്ങൾ തീർന്നു കിട്ടിയല്ലോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഓരോ കൊല്ലം കഴിയുമ്പോഴിത് മാറിക്കണം. ഓരോ കൊല്ലം കഴിയുമ്പോഴും ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. കഴിഞ്ഞ വട്ടത്തെക്കാട്ടിൽ 5% വിജയശതമാനം കുറഞ്ഞു. +1-ൽ ഇമ്പ്രൂവ്മെന്റ് നിർത്തി. ഇങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ ഈ വട്ടത്തെ മാർച്ചിൽ മാക്സിമം എല്ലാവരും എഴുതിയെടുക്കാൻ പറ്റുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ പറയുന്നത് ഇതെല്ലാം എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. മാക്സിമം എഴുതിയെടുത്തുകൊള്ളുക. കാരണം ഇനിയുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എങ്ങനെ ജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ കൃത്യമായ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഈ ചാനൽ ഇത്രയും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ചാനലാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും ഈ ചാനൽ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചാനലായതുകൊണ്ടാണ്. കുട്ടികൾ അതിനെ ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന ചാനലായതുകൊണ്ടാണ്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം ഫുൾ മാർക്ക് മേടിച്ച എത്രയോ 10,000 കുട്ടികൾ ഇതിനകത്തുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മുടെ ചാനൽ കണ്ടിട്ട് തന്നെ പഠിച്ച കുട്ടികളുണ്ട്. അന്നേരം ജയിക്കാനുള്ള മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ആ ജയിക്കാനുള്ള ഫുള്ള് ക്ലാസ്സുകൾ, സിമ്പിളായിട്ടുള്ള നോട്ട്സ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, ക്ലാസ് എല്ലാം റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ഏത് സമയം നമുക്ക് ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ അത് ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ്. കാരണം നമുക്കത് പബ്ലിക്കായിട്ട് ഫുൾ ക്ലാസ് എടുക്കാനുള്ള സമയങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ 3 സ്ട്രീമിൽ നിൽക്കുന്നവർക്കുണ്ട് ഈ വർഷം. കഴിഞ്ഞ വട്ടം സയൻസിന് മാത്രമുണ്ടെങ്കിൽ ഈ വട്ടം സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഉണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിഷയത്തിന് എത്ര 1000 രൂപ ഫീസ് വെച്ചാലും എക്സാമിലെ കുട്ടികൾ തരും. കാരണം നമുക്ക് വിജയിക്കേണ്ട. പക്ഷെ ഞാൻ അങ്ങനെ ഒരു അധ്യാപകനല്ല. നിങ്ങൾ ഒരു വിഷയം പോയിട്ടുള്ള കുട്ടികളെങ്കിൽ 1500 രൂപ മാത്രമേ ഉള്ളൂ ഒരു വിഷയത്തിന്റെ സേക്കുള്ള ഫീസ്. ഒന്നിൽ കൂടുതൽ എത്ര വിഷയം പോയിട്ടുണ്ടെങ്കിലും, 6 വിഷയം പോയിട്ടുണ്ടെങ്കിലും 5 വിഷയം പോയിട്ടുണ്ടെങ്കിൽ 2500. 2 വിഷയമാണെങ്കിലും 2 കൂടുതൽ വിഷയങ്ങളാണെങ്കിൽ 2500 രൂപ മാത്രമേ ഉള്ളൂ സേയുടെ ഫീസ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് എല്ലാവർക്കും, അത് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും, നിങ്ങൾ ഇനിയും തോക്കത്തില്ല. പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുകയും ക്ലാസ് കൃത്യമായിട്ട് ഇതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തോക്കത്തില്ലെന്നുള്ളത് 100 അല്ല 150% ഗ്യാരണ്ടി. ക്ലാസ്സിലെല്ലാം തൊട്ടടുത്ത ദിവസങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ടായിരിക്കാം. അതിനകത്തും ടെൻഷൻ വേണ്ട. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ടായിരിക്കാം. മിനിമം ഒരു 10 ദിവസം കൊണ്ട് 10-7 ദിവസം കൊണ്ട് നിങ്ങളെ ഗംഭീരമായിട്ട് നിങ്ങളത് കണ്ടുപഠിച്ച് ക്ലിയർ ആക്കിയിരിക്കും. ആ രീതിയിലുള്ള ക്ലാസ്സിലായിരിക്കും. അന്നേരം അതിൻ്റെ ടെൻഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് റിലീഫായിരിക്കും. ജയിപ്പിച്ചെടുക്കുന്ന കാര്യം മാഷ് 100% അല്ല 200% ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അന്നേരം എല്ലാം ടെക്സ്റ്റ് മൊത്തം പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ.
പിന്നെ ഇത് മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം 3 സ്ട്രീമിലുള്ളവരുണ്ട്. ഒരു രീതിയിൽ നിങ്ങൾ ഇനിയും പരാജയപ്പെടുത്തത്തില്ലെന്നുള്ളത് ഉറപ്പ് തരുന്നു. കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാഷൻ റെഡിയാണ്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +2 സേ ഏത് സബ്ജക്റ്റാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ് ആണെങ്കിൽ 2 സബ്ജക്റ്റ്, എത്രയും 6 സബ്ജക്റ്റ് ആണെങ്കിൽ 6 സബ്ജക്റ്റ് നിങ്ങൾ ഇട്ടേ. കാരണം അതൊന്നും കുഴപ്പമില്ല. കൃത്യമായിട്ട് റിപ്ലൈ തരും നിങ്ങൾക്ക്. നിങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്യിപ്പിക്കും. കൃത്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ക്ലാസ്സുകൾ തുടങ്ങും. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളെ വിജയിപ്പിച്ചെടുത്തിരിക്കും. ഇത് മാഷിൻ്റെ വാക്കാണ്. ചുമ്മാ പറയുന്ന വാക്കുകൾ പറയാറില്ല. അന്നേരം കൂടെ നിൽക്കുക, കെട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക. നിങ്ങളോടൊപ്പം മാഷുണ്ട്. ഇത് വെറും വാക്കല്ല, കൃത്യമായിട്ട് നേരത്തെ +2 സേ എഴുതിയ കുട്ടികൾക്കും അല്ലാതുള്ള റെഗുലറായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് അറിയാം മാഷിനെ. ചുമ്മാ പറയത്തില്ല. അന്നേരം ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ ഒരുമിച്ച് പോരാടാൻ തുടങ്ങുകയാണ്. കുറച്ച് ദിവസം പോരാടിയാൽ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാം. നെവർ എവർ ഗിവ് അപ്പ്. ഇനി ഇതുപോലുള്ള എല്ലാം വ്യക്തമായിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം വരും. എല്ലാം കാണാൻ മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോസ്.